പ്രവാസി മിഡിൽ ക്ലാസ് ഫാമിലി ഒരു വലിയ ക്രൈസിസിലൂടെയാണ് എപ്പോഴും പോവുക. നമുക്കില്ലാത്തത് പുറത്തു പറയാൻ പറ്റില്ല ഒരു മിഡിൽ ക്ലാസ്സുകാരന്, പ്രത്യേകിച്ച് പ്രവാസി ഫാമിലി ആണെങ്കിൽ. ഇല്ലെങ്കിലും ഉള്ളതുപോലെ നടക്കേണ്ടി വരും. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഒക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പലപ്പോഴും സന്നദ്ധരാകുമ്പം കലണ്ടർ എടുത്ത് നോക്കിയാൽ നമുക്കൊരു 4, 5, 6 നൂലുകെട്ട്, പാലുകാച്ച്, ചോറൂണ്, ഇതൊക്കെ ഗൾഫുകാരൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനായിട്ട് വരുന്ന പൈസ തികയാതെ സ്വർണം കൊണ്ടുപോയി പണയം വെക്കും. ഉപ്പ അയക്കുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് അയക്കുന്ന പൈസ കടം മേടിച്ചിട്ടും കൂടെ ആയിരിക്കും നാട്ടിൽ അയക്കുക. നാട്ടിലെ ചിലവ് കാരണം വീട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുക. ഒരു സാധാരണ ഒരു പ്രവാസിക്ക് എത്ര കാലം ഇതിങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? വലിയ ന്യൂട്ടൺസ് തിയറി ഒന്നല്ല ഇത്, എന്താ പറയാ, വലിയ രീതിയിലുള്ള റോക്കറ്റ് സയൻസ് ഒന്നും ഇതിലില്ല. ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനപ്പുറം നമ്മളുടെ അടുത്ത് എന്താണോ ഉള്ളത് അതനുസരിച്ച് നമ്മൾ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും എന്താ പറയുക പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പം ഇവിടെയുള്ള ഒരു പ്രവാസി നമ്മുടെ അയാൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് നാളെ അയാളുടെ കുടുംബത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതൊരു റോളർ കോസ്റ്റർ പറയുമ്പോൾ എല്ലാ മാസവും ഈ പറയുന്ന റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുള്ളൊരു മെഷീനായിട്ട് അയാൾ മാറും. എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ്. എല്ലാവരും, അത് കച്ചവടക്കാരനായിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ ആരാണെങ്കിലും ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.